ഒരു അതിഭീകര കാമുകൻ എന്ന സിനിമയുടെ വിശേഷമാണ്. 2 മണിക്കൂർ 20 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമ. തിയേറ്ററിൽ ഗംഭീര വിജയമായി മാറിയില്ല. OTT ഇറങ്ങിയിട്ട് കുറേ നെഗറ്റീവ് റിവ്യൂസ് എല്ലാം കണ്ട ശേഷം കണ്ടതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ ഇമോഷണലി എനിക്ക് കണക്റ്റായി. മാത്രമല്ല ഈ സിനിമയിലെ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് പോലെ പറയാണ്ട്, ഒരാൾ വന്നിരുന്നിട്ട് ഇങ്ങനെ അത് ചെയ്ത് എന്ന് പറഞ്ഞ ഉപദേശം അല്ലാണ്ട് കുറച്ചൊരു മെസ്സേജ് ചെറുതായിട്ട് കൺവേ ചെയ്യാൻ ശ്രമിച്ച പോലെ എനിക്ക് തോന്നി. എന്തിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും, എങ്ങനെ ഒരു ഹോപ്പ് മുന്നോട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടെന്നൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ എന്തിനെ അതിജീവിക്കാൻ പറ്റുമെന്ന് കാണിച്ചെന്ന സിനിമയാണ്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. നിതിനും പിന്നെ ആരാണ്, ഗൗതം താനിയിൽ, ഇവർ രണ്ടുപേരും കൂടിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പുതുമുഖങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. ലുക്മാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലുക്മാനാണ് ഇത് സിനിമയെ കൊണ്ടുപോകുന്നത്. ശരിക്കും ലുക്മാൻ്റെ കഥാപാത്രം വളരെ കൺവിൻസിംഗ് ആയിട്ട് കിട്ടില്ലമായിട്ട് ലുക്മാൻ ചെയ്തു. ലുക്മാൻ്റെ അമ്മയായിട്ട് മനോഹരി അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഉപ്പുമുളകിലൊക്കെ കൂടെ വന്ന സൂക്ഷ്മദർശനിലൊക്കെയുള്ള അവർ അടിപൊളിയായിട്ട്, അവർ രണ്ടുപേരും കൂടെയുള്ള കോമ്പിനേഷൻ സീൻസ് എല്ലാം നന്നായിട്ട് വർക്കായി. മൊത്തത്തിൽ നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ദൃശ്യരകുന്നതാണ് സിനിമയിലെ ഹീറോയിൻ. അവരും അവരുടെ റോൾ വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തു. പിന്നെ അശ്വിൻ, എനിക്ക് സാധാരണ ചില ഈ കോമഡി ഷോയിലൊക്കെയുള്ള ചില അശ്വിൻ്റെ ഇതും ചില സമയത്ത് വെറുപ്പിക്കലായിട്ട് തോന്നാറുണ്ട്, അല്ലെങ്കിൽ ചില സിനിമകളിൽ അശ്വിൻ്റെ റോള് ചിലപ്പോൾ കുറച്ച് വെറുപ്പിക്കലൊക്കെ ആയിട്ട് തോന്നുന്നു. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ ഒരു കൂട്ടുകാരൻ ആരും ആഗ്രഹിച്ചു പോകും, അതുപോലൊരു റോളാണ് അശ്വിൻ കൈകാര്യം ചെയ്തത്. അശ്വിൻ അത് വളരെ രസകരമായിട്ട്, അല്ലെങ്കിൽ വളരെ നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ട്, നമുക്ക് ഭയങ്കരമായിട്ട് ഒരു അടുപ്പം തോന്നുന്ന രീതിയിൽ, നമുക്ക് ആർക്കും അങ്ങനെ ഒരു കൂട്ടുകാരൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടായാൽ എന്ത് മനോഹരമായിരിക്കും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ സീൻസൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓവറോൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഓഫ് കോഴ്സ് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ പറയാനുണ്ടാവും, പറഞ്ഞ കുറച്ച് ട്രാക്കിങ് എല്ലാം ഉണ്ടാവാം. പക്ഷേ ഓവറോൾ ഒരു ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ എനിക്ക് ആ സിനിമ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അവസാനമൊക്കെ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള പരിപാടിയാണ്, അല്ലാതെ ഒരു ദുരന്തമായിട്ട് അവസാനിപ്പിക്കലല്ല, രസമായിട്ട് ആ സിനിമ എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു തവണ കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു കുറച്ച് ലവ് സ്റ്റോറിയും പരിപാടികളൊക്കെയാണ്, ഒരു ഡെസ്പ് സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓവറോൾ കൊള്ളാം. ഒരു തവണ കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് അതിഭീകര കാമുകൻ. അപ്പോൾ കണ്ടു നോക്കൂ, കണ്ട വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറെ ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.